ഹോർമുസിൽ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അനുശോചനം പോലും അറിയിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൂൺ 8-നാണ് 24 ഇന്ത്യക്കാരടക്കം ആകെ 28 ജീവനക്കാരുണ്ടായിരുന്ന എണ്ണക്കപ്പൽ US സൈന്യം ആക്രമിക്കുന്നത്. ഒമാൻ വ്യോമസേനയുടെ സഹായത്തോടെ 21 ഇന്ത്യക്കാരെ രക്ഷിച്ചിരുന്നു. കാണാതായ 3 പേരുടെ മരണം കഴിഞ്ഞ ദിവസമാണ് ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ സ്ഥിരീകരിച്ചത്. പലാവു പതാകയേന്തിയ MT സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് കപ്പൽ എഞ്ചിൻ റൂമിലേക്ക് US മിസൈൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും ശക്തമായി അപലപിച്ചു. സാധാരണക്കാരുടെ ജീവനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഭീഷണിയാകുന്ന ഇത്തരം സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിലെ US ചാർജ് DFISനെ വിളിച്ചു വരുത്തി ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ മൗനത്തിനെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന നേട്ടം ആഘോഷിക്കുകയാണ് അദ്ദേഹമെന്നും നെറ്റിസൺസ് അഭിപ്രായപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലെ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക അക്കൗണ്ടുകൾ ഇപ്പോഴും തന്റെ നേട്ടത്തിന് ലഭിച്ച അഭിനന്ദനങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടെന്നും എന്നാൽ ഈ വിഷയം പ്രധാനമന്ത്രി അവഗണിക്കുകയാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ആഗോളതലത്തിൽ കപ്പൽ ജീവനക്കാരിൽ വലിയൊരു പങ്കുവഹിക്കുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാനും US ഇറാൻ തർക്കങ്ങൾക്കിടയിൽ നയതന്ത്രപരമായ നിലപാടുകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാനുമാണ് നിലവിൽ ഇന്ത്യ ശ്രമിക്കുന്നത്. എന്നാൽ ഏതാനും ദിവസത്തിനിടെ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട 3ാമത്തെ കപ്പലാണ് US ആക്രമിക്കുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്.